ഈ വർഷം എടുക്കാവുന്ന 5 സീനിയർ സിറ്റിസൺ പോളിസികൾ ഏതൊക്കെയെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇന്ത്യയിലെ ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ച വർഷമാണ് 2024. അതിലേറ്റവും പ്രധാനവും ഉപകാരപ്രദവുമായ മാറ്റം പുതിയതായി പോളിസി എടുക്കാൻ പ്രായപരിധിയില്ലാത്ത പോളിസികൾ കൊണ്ടുവരണമെന്ന് IRDയുടെ നിർദ്ദേശമാണ്. ചുരുക്കി പറഞ്ഞാൽ ഏജ് ലിമിറ്റ് ഇല്ലാത്ത പോളിസികൾ എല്ലാ കമ്പനികളും കൊണ്ടുവരണം. ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഈ നിർദ്ദേശം ഭൂരിപക്ഷം കമ്പനികളും നടപ്പിലാക്കി കഴിഞ്ഞു. ഇനി വരുന്ന പുതിയ പോളിസികളും ഇതേ നിർദ്ദേശം പാലിക്കേണ്ടതായിട്ട് വരും. അത് കാരണം ഇനി മുതൽ സീനിയർ സിറ്റിസൺ പോളിസികൾ എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ടാകില്ല. കാരണം മാർക്കറ്റിലുള്ള മിക്ക നല്ല പോളിസികൾക്കും ഏജ് ലിമിറ്റില്ല. അതുകൊണ്ട് സ്വാഭാവികമായും ചെറുപ്പക്കാർക്ക് എടുക്കാൻ കഴിയുന്നത് പോലെ പ്രായമായവർക്കും അതേ പോളിസികൾ തന്നെ എടുക്കാം, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളില്ലാതെ തന്നെ. പക്ഷേ ഏത് പ്രായക്കാരായാലും അവരുടെ ഹെൽത്ത് ഹിസ്റ്ററി അഥവാ ആരോഗ്യ ഹിസ്റ്ററി, പണ്ടുണ്ടായിട്ടുള്ള അസുഖങ്ങൾ അഥവാ നിലവിലും മുമ്പും വന്നിട്ടുള്ള അസുഖങ്ങൾ, അപകടങ്ങൾ എല്ലാം വിലയിരുത്തിയ ശേഷം മാത്രമാണ് കമ്പനികൾ പോളിസി കൊടുക്കുക. ഇത് കാരണം എത്ര പണമുണ്ടെങ്കിലും പോളിസി ലഭിക്കാത്ത ചുരുക്കം ചിലരും നമ്മുടെ നാട്ടിലുണ്ടായേക്കാം. പണമല്ല അവിടെ കാര്യം. ആദ്യമേ പറയട്ടെ, ഞാനിവിടെ എടുത്ത പോളിസികൾക്ക്, ഇപ്പം സെലക്ട് ചെയ്തിരിക്കുന്ന പോളിസികൾക്ക് ബെനിഫിറ്റുകൾ കൂടുതൽ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായും പ്രീമിയവും അത്യാവശ്യം കൂടുതലാണ്. എങ്കിലും ഇന്നത്തെ ചികിത്സാ ചെലവുകളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ വിലപ്പെട്ട സ്വത്തുക്കൾ മക്കൾക്ക് കൊടുക്കാൻ കഴിയാതെ ആശുപത്രിയിൽ കൊടുത്ത് നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് ഇത്തരത്തിൽ നല്ല ഒരു പോളിസി മക്കളുടെ സഹകരണത്തോടു കൂടി തന്നെ എടുത്തു വയ്ക്കുന്നതായിരിക്കും. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ പേര് അജിത്. ഞാനൊരു മുഴുവൻ സമയ ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റാണ്, ഒരു കൺസൾട്ടൻ്റാണ്. നിങ്ങൾക്ക് സ്യൂട്ടബിളായ ഒരു പോളിസി എടുക്കണം, അതിന് നല്ല സർവീസ് ലഭിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നെയും എൻ്റെ സ്റ്റാഫിനെയും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ ഇവിടെ നൽകുന്നുണ്ട്. ഞാൻ 5 പോളിസികളായിട്ട് ഇതിനെ ചുരുക്കുന്നതിന് വേണ്ടി വിവിധ കമ്പനികളുടെ ധാരാളം പ്ലാനുകൾ വിലയിരുത്തി. പലതും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. പ്രായമാകുമ്പോൾ പ്രീമിയം ഒരു വലിയ ഘടകമാണെങ്കിലും കമ്പനിയുടെ സർവീസും പോളിസികളുടെ ബെനിഫിറ്റുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഈ പറയുന്നതൊന്നും സീനിയർ സിറ്റിസൺ പോളിസികളല്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെറുപ്പക്കാർക്ക് എടുക്കാൻ കഴിയുന്നത് പോലെ തന്നെ അതേ നിലവാരത്തിലുള്ള അതേ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള പോളിസികൾ പ്രായമായവർക്കും എടുക്കാം. അർഹമായ ക്ലെയിമുകൾ 100% തുകയും ലഭിക്കണം. കോ പേയ്മെൻറ്റും കട്ടിങ്ങും ഉണ്ടാകരുത്. റൂം റെൻറ്റിനും മോഡേൺ ട്രീറ്റ്മെൻറ്റും സബ്ലിമിറ്റും ഉണ്ടാവരുത്. അൺലിമിറ്റഡ് ബോണസും പ്രീമിയം ഡിസ്കൗണ്ടും തുടങ്ങി ചെറുപ്പക്കാർക്കുള്ളതുപോലെ എല്ലാ പ്രായക്കാർക്കും ഈ പോളിസിയിൽ ലഭിക്കുന്ന തരത്തിലുള്ള പോളിസികളാണ്. കൂടാതെ ഒരുവിധപ്പെട്ട മാരകമല്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം വെയിറ്റിംഗ് പീരീഡ് ഒഴിവാക്കി ഈ കമ്പനികൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതും ഇതിനെ സെലക്ട് ചെയ്യാൻ ഒരു കാരണമാണ്. ഞാൻ ഈ 5 ഒതുക്കാനായിട്ട് കഷ്ടപ്പെട്ടു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഭൂരിപക്ഷം കമ്പനികളും ഇപ്പോൾ നല്ല പോളിസികളാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മിക്ക കമ്പനികൾക്കും നല്ല നല്ല പ്ലാനുകൾ വരുന്നുമുണ്ട്. അതിൽ നിന്ന് ഈ 5 സെലക്ട് ചെയ്യുക എന്നുള്ളത് എനിക്കൊരു ടാസ്ക് ആയിരുന്നു. അത് ഏതൊക്കെയാണ് ഈ 5 എന്ന് നോക്കാം. ഒന്നാമത്തത് ആദിത്യ ബിർളയുടെ ആക്റ്റീവ് 1. ഇതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 2 വേരിയൻറ്റുകളാണ്. ഒന്ന് മാക്സും മറ്റൊന്ന് വൈറ്റിലും. ചില ഓൺലൈൻ സൈറ്റുകളും പ്രമുഖ ബ്രോക്കേഴ്സും നെക്സ്റ്റ്, എക്കണോമി എന്നൊക്കെ പേരിലും ഇതേ പോളിസി കൊടുക്കുന്നുണ്ട്. പക്ഷേ പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് തരാനും കമ്മീഷൻ കമ്പനിയിൽ നിന്നും കൂടുതൽ ലഭിക്കാനും വേണ്ടി ബെനിഫിറ്റുകളിലും കണ്ടീഷനുകളിലും അവർക്ക് വേണ്ടതായിട്ടുള്ള ചില മാറ്റങ്ങൾ കമ്പനിയുമായി ചേർന്ന് അതിൽ ഈ പറയുന്ന ആളുകൾ വരുത്തിയിട്ടുണ്ട്. ആരോഗ്യ ഇൻഷുറൻസിൽ ഏജൻറ്റിൻ്റെ ഉത്തരവാദിത്വവും സർവീസും കൂടുതലായി വേണ്ട ഒരു മേഖലയായതുകൊണ്ട് ഡിസ്കൗണ്ട് എന്നതിനേക്കാൾ പ്രാധാന്യം ആഫ്റ്റർ സെയിൽസ് സർവീസിന് അഥവാ നമുക്ക് ക്ലെയിം റിലേറ്റഡ് ആയിട്ടുള്ള സർവീസിന് കൊടുക്കുന്നവരെ തിരഞ്ഞെടുക്കുക. വിലക്കുറവുള്ളതെല്ലാം മോശമാണ് എന്നല്ല എൻ്റെ ഒരു അഭിപ്രായം. ഓരോന്നിനും അതിൻ്റേതായ വിലയുണ്ട്. അതിലാരെങ്കിലും ധാരാളമായി ഡിസ്കൗണ്ട് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ അവരവരുടേതായ കുറവുകൾ വരുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ അവർക്ക് വിൽക്കൽ അത്യാവശ്യമാണെന്നുള്ളത് കൊണ്ടാണ്. കുറഞ്ഞ പ്രീമിയത്തിൽ കിട്ടുന്നു എന്ന് കരുതി മാത്രം ഒരു പോളിസിയും നല്ലതാകണമെന്നില്ല. പകരം അതിൻ്റെ ഗുണദോഷങ്ങൾ വിലയിരുത്തിയ ശേഷം തീരുമാനമെടുക്കുക. കുറച്ച് കാര്യങ്ങൾ ചുരുക്കത്തിൽ പറയട്ടെ. ഈ ആദിത്യ ബിർളയുടെ ആക്റ്റീവ് 1 ഹാർട്ട് അറ്റാക്ക് വന്ന് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞവർക്ക് അടക്കമെടുക്കാം. പക്ഷേ കമ്പനി മെഡിക്കൽ ടെസ്റ്റ് നടത്തിയ ശേഷം മാത്രമാണ് പോളിസി കൊടുക്കുക. അതിൽ പരിധിയിൽ കവിഞ്ഞ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ പോളിസി ലഭിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ധാരണയുണ്ടാകണം. അത് പോളിസി എടുക്കാൻ നേരത്ത് കമ്പനിയെ കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്യണം. നമ്മൾ നൽകുന്ന ആപ്ലിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ ഡോക്ടർ നമ്മളെ വിളിക്കും, ഫോണിലൂടെ സംസാരിക്കും. ഡോക്ടർ കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവുക. കമ്പനിയുടെ ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് അതിമാരക രോഗങ്ങൾ ഒഴികെ ബാക്കിയുള്ളവയെല്ലാം അഡീഷണൽ പ്രീമിയം മേടിച്ചിട്ടാണെങ്കിലും
കവറേജ് കൊടുക്കും എന്നുള്ളൊരു നിലപാടാണ്. അതേസമയം മൾട്ടിപ്പിൾ ക്രിട്ടിക്കൽ ഇൽനെസ് ഉള്ളവരാണെങ്കിൽ ഇത് ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. കൂടാതെ സ്ട്രോക്ക്, ബൈപ്പാസ് സർജറി, ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞവർക്കും ക്യാൻസർ വന്നവർക്കും ഈ പോളിസി കൊടുക്കില്ല. ഏറ്റവും ലേറ്റസ്റ്റായ കണക്കുകൾ പ്രകാരം ഈ ആദിത്യ ബിർളയുടെ അവർ ഏറ്റവും നല്ല രീതിയിൽ ക്ലെയിമുകൾ സെറ്റിൽ ചെയ്യുന്ന ഇന്ത്യയിലത്തെ മുൻനിര കമ്പനികളിൽ ഒന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ മേൽപ്പറഞ്ഞ പോളിസിയെക്കുറിച്ച് ഞാൻ വിശദമായ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, ആദിത്യ ബിർള ആക്റ്റീവ് 1 കുറിച്ച്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്ക് പോളിസിയെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി രണ്ടാമതായി ഞാൻ സെലക്ട് ചെയ്ത പ്ലാൻ മണിപ്പാൽ സിഗ്നയുടെ സർവ എന്ന ഏറ്റവും പുതിയ പ്ലാനാണ്. അവരുടെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന പ്ലാനാണ്. ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് നൽകുക എന്ന ഉദ്ദേശത്തിൽ കമ്പനി കൊണ്ടുവന്ന പ്ലാൻ കൂടിയാണ് സർവ എന്ന ഈ പുതിയ പ്ലാൻ. അതിന് 3 വേരിയൻറ്റുകളാണ് ഉള്ളത്: സർവപ്രഥം, സർവ ഉത്തം, സർവപരം. സർവപ്രഥം എന്നത് മാരക രോഗങ്ങൾക്കും അപകടങ്ങളും മാത്രമാണ് കവറേജ് നൽകുക. പേര് പോലെ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായി നിലവിൽ പോളിസി ഇല്ലാത്ത എല്ലാവരും എടുത്തിരിക്കേണ്ട ഒരു പോളിസിയാണിത്. ഇപ്പം എംപ്ലോയി പോളിസി ഉണ്ടെങ്കിലും അഡീഷണലായിട്ട് ഇതെടുത്ത് വെക്കുകയാണെങ്കിൽ ചെറിയൊരു പ്രീമിയമേ ആവത്തുള്ളൂ, നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും. സർവ്വ ഉത്തം എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഉത്തമമായ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയാണ്. സർവ്വപരം അത് പരമമായ ഉന്നതിയാണ്. ഏറ്റവും നല്ലത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മറിച്ചൊരു ചിന്ത വേണ്ടാതെ തന്നെ വിശ്വസിച്ച് എടുക്കാൻ കഴിയുന്ന പ്ലാനാണ് ഇത്. ഈ 3 പ്ലാനുകൾക്കും പ്രായപരിധി ബാധകമല്ല. അതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾക്കടക്കം വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ അൺലിമിറ്റഡ് ആയിട്ടുള്ള പരിരക്ഷ ലഭിക്കാനുള്ള അവസരം ഈ പോളിസിയിലുണ്ട്. ഇത്തരത്തിലുള്ള ധാരാളം വ്യത്യസ്തമായ ഉപകാരപ്രദമായ ബെനിഫിറ്റുകളുള്ള ഒരു പോളിസിയാണിത്. ഈ പോളിസികളെക്കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കാനും ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാനും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻസിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുകയും വേണം. ഇനി ഈ പോളിസി എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ നമ്പറിൽ നേരിട്ട് വിളിക്കാവുന്നതാണ്. നമുക്കറിയാൻ കഴിഞ്ഞ ഒരു കാര്യം, അടുത്ത സാമ്പത്തിക വർഷം മണിപ്പാൽ സിഗ്നയെ LIC ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. അത് യാഥാർത്ഥ്യമായാൽ ഇന്ത്യയിലെ ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിലെ ഒരു വിപ്ലവമായിരിക്കും അത്. കൂടുതൽ വിവരങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് അതിനെക്കുറിച്ചുള്ളത് പറയാം. മൂന്നാമത്തെ സ്ഥാനം ഞാൻ നൽകിയത് ഒരു ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിനാണ്. അതിൻ്റെ പ്രധാന കാരണം അവരുടെ സർവീസാണ്. എന്നെ കേൾക്കുന്ന ഏജൻറ്റ് സുഹൃത്തുക്കളും കമ്പനികളുടെ പ്രതിനിധികളും അറിയാൻ വേണ്ടി പറയുകയാണ്, പണ്ടത്തെ പോലെ പരസ്യം കൊണ്ടും ഏജൻറ്റുമാരുടെ എണ്ണം കൊണ്ടും പ്രീമിയത്തിൻ്റെ കുറവ് കൊണ്ടുമൊന്നും ഒരു പോളിസി മാർക്കറ്റിൽ സക്സസ് ആകണമെന്നില്ല. നല്ല സർവീസ് കൊടുത്താൽ വിജയിക്കാൻ സാധിക്കും. അത്തരത്തിൽ സർവീസ് കൊടുത്തതുകൊണ്ട് മാത്രം മാർക്കറ്റിൽ ഒരു ബ്രാൻഡായി മാറിയ പോളിസി ഉണ്ട് നമ്മുടെ HDFC എർഗോ എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിക്ക്. ആ പോളിസിയുടെ പേര് ഒപ്റ്റിമ സെക്യൂർ എന്നാണ്. പ്രീമിയം കൂടുതലാണ് എന്നിട്ട് പോലും ഇപ്പോൾ അതിൻ്റെ പലതരം വേരിയൻറ്റുകളും കമ്പനി ഇറക്കിയിട്ടുണ്ട്. മറ്റ് പ്രമുഖ കമ്പനികളെല്ലാം 10 മടങ്ങ് കവറേജ് കൊടുക്കുമ്പോൾ 2 മടങ്ങ് കവറേജ് കൊണ്ടാണ് HDFC എർഗോ ഈ വിജയം കൈവരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ വേണമെങ്കിൽ പോലും ഈ പ്ലാനിൽ നമ്മൾ അഡീഷണലായിട്ട് പ്രീമിയം അടയ്ക്കണം. എന്നിട്ടും സീനിയർ സിറ്റിസൺസിന് ഞാൻ ഈ പ്ലാൻ റെക്കമെൻഡ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം, കമ്പനിയെ വിശ്വസിച്ച് ഈ പോളിസി നിങ്ങൾക്കെടുക്കാം. നല്ല സർവീസ്. പണ്ട് അവർ കുറച്ച് മോശമായിരുന്നെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ നല്ല സർവീസാണ് അവർ കൊടുക്കുന്നത്. നല്ല പ്രീമിയം വരുന്നതുകൊണ്ട് സാമ്പത്തികമായി നല്ല നിലയിലുള്ളവർക്ക് മാത്രമാണ് ഞാൻ ഈ പോളിസി സജസ്റ്റ് ചെയ്യുന്നത്. കാരണം സർവീസ് കൂടുന്തോറും അതിനനുസരിച്ച് പ്രീമിയം അതിൽ കൂടുന്നുണ്ട്. അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വിദേശത്താണ് താമസമെങ്കിൽ 40% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് ഈ പോളിസി എടുക്കാം. നാട്ടിൽ വരുമ്പോൾ ഉപയോഗിക്കാനുള്ള ഒരു സെക്കൻഡറി പോളിസിയായി ഇതിനെ കാണുന്നവർക്ക് ഇത് ലാഭകരമാണ്. ഈ പ്ലാനിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും പ്രീമിയത്തിനും വേണ്ടി ഇവിടെ കൊടുത്തിട്ടുള്ള ഞങ്ങളുടെ നമ്പറിൽ നേരിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇല്ലെങ്കിൽ NRIs ആണെങ്കിൽ വാട്സപ്പിലോ ബോട്ടിമോ തുടങ്ങിയ വഴി നമ്മളുമായിട്ട് ബന്ധപ്പെടാം. നാലാമതായി സെലക്ട് ചെയ്തത് നിവാ ബൂപ്പയുടെ റീഅഷ്യൂർ 2.0 എന്ന പ്ലാനാണ്. ചിലർ തെറ്റിദ്ധരിച്ചേക്കാം, എൻ്റെ പഴയ വീഡിയോയിൽ 65 വയസ്സ് വരെ ഉള്ളവർക്കാണ് ആ പോളിസിയിൽ ചേരാൻ കഴിയുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ശരിയാണ്, പോളിസി ഇറങ്ങിയപ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ IRDയുടെ പുതിയ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി നിവാ ബൂപ്പ അവരുടെ നിലവിലുള്ള ചില പ്ലാനുകളിൽ മാറ്റം വരുത്തുകയാണ് ചെയ്തത്. അതിലൊന്നാണ് റീഅഷ്യൂർ 2.0. 99 വയസ്സ് വരെ ഉള്ളവർക്ക് ഇപ്പോൾ ചേരാനായിട്ട് അതിൽ സാധിക്കും. ഏജ് ലിമിറ്റ് 99 വയസ്സ് വരെയായിട്ട് ഉയർത്തി. ലോക്ക് ദ ക്ലോക്ക്, 10x കവറേജ് തുടങ്ങിയ ബെനിഫിറ്റുകളെല്ലാം 99 വയസ്സ് വരെയുള്ള എല്ലാ പ്രായക്കാർക്കും ഇപ്പോൾ ലഭിക്കും. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി,
65 വയസ്സിൽ താഴെയാണ് പ്രായമെങ്കിൽ കുറഞ്ഞ പ്രീമിയത്തിൽ നിവാബൂപ്പയുടെ പോളിസി എടുക്കണമെങ്കിൽ ആസ്പയർ എന്ന പ്ലാനിൻ്റെ ഡയമണ്ട് പ്ലസ് എന്ന വേരിയൻറ്റും എടുക്കാവുന്നതാണ്. റീസ്റ്റോറേഷൻ ഉണ്ടാവും, പക്ഷേ 10x കവറേജ് ഉണ്ടാവില്ല. അഞ്ചാമതായി ഞാൻ സെലക്ട് ചെയ്തത് കെയർ ഹെൽത്തിൻ്റെ ഏറ്റവും പുതിയ പ്ലാനായ അൾട്ടിമേറ്റ് കെയറും അതിനു മുമ്പ് വന്ന കെയർ സുപ്രീം എന്ന 2 പോളിസികളുമാണ്. ഏത് പ്രായക്കാർക്കും എടുക്കാം. ഒരു ട്രീറ്റ്മെൻറ്റിനും സബ്ലിമിറ്റ് ഇല്ല. മാരക രോഗങ്ങൾ വന്നിട്ടുള്ള പ്രായമായവർക്ക് 20% കോപേയ്മെൻറ്റിൽ വരെ പോളിസി എടുക്കാനായിട്ട് കഴിയും. കുറഞ്ഞ പ്രീമിയത്തിൽ വേണമെങ്കിലും പോളിസി എടുക്കാൻ കമ്പനി കെയർ സുപ്രീമിൻ്റെ തന്നെ പുതിയ വേരിയൻറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 2 പ്ലാനുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. ഞാൻ ഒരുപാട് പേർക്ക് ഈ പോളിസി കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ക്ലെയിം വരുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ ആ ക്ലെയിമുകളൊക്കെ സെറ്റിലാവുന്നുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്യാം. ഈ പറഞ്ഞ 5 പോളിസികളല്ലാതെ ICICI ലംബാർഡിൻ്റെ എലിവേറ്റ്, സ്റ്റാർ ഹെൽത്തിൻ്റെ ഏറ്റവും പുതിയ പോളിസിയായ സൂപ്പർ സ്റ്റാർ, ബജാജ് അലയൻസിൻ്റെ മൈ ഹെൽത്ത് കെയർ, ടാറ്റ AIGയുടെ മെഡിക്കെയർ പ്രീമിയർ, റിലയൻസ് ജനറൽ ഇൻഷുറൻസിൻ്റെ ഹെൽത്ത് ഇൻഫിനിറ്റി തുടങ്ങിയ പ്ലാനുകളും ഈ വിഭാഗത്തിൽ തന്നെ പെടുന്നവയാണ്. അതും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു നിഷ്പക്ഷമായ താരതമ്യത്തിൽ അവയേക്കാളൊക്കെ ബെറ്ററായ ബെനിഫിറ്റുകളും അണ്ടർ റേറ്റിംഗ് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ ഈ പോളിസി കൊടുക്കാൻ പറ്റും എന്നുള്ള കമ്പനിയുടെ തീരുമാനം ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ 5 എണ്ണത്തെ ഞാൻ സെലക്ട് ചെയ്തത്. ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അതേപോലെ പുതിയ പോളിസികൾ എടുക്കാൻ താല്പര്യമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത് അവരുടെ കണ്ടീഷന് യോജിക്കുന്ന പോളിസികൾ സെലക്ട് ചെയ്യുക. അങ്ങനെ അവർക്ക് യോജിക്കുന്ന പോളിസി ഏത് എന്ന് കണ്ടെത്താൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്മുടെ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബഡ്ജറ്റിനും നിങ്ങളുടെ കണ്ടീഷൻസിനും നിങ്ങളുടെ എക്സ്പെക്റ്റേഷനും അനുസരിച്ചുള്ള ഒരു പോളിസി എടുക്കാനായിട്ട് ഞങ്ങൾ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് കാണും വരെയും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.